നവകേരള സദസ്സിൽ പങ്കെടുക്കാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെതിരെ CPM-ന്റെ പ്രതികാര നടപടി. ആലപ്പുഴ തണ്ണീർമുക്കം പഞ്ചായത്തിലെ 23-ാം വാർഡിലെ 200ഓളം സ്ത്രീകൾക്കാണ് തൊഴിൽ നിഷേധിച്ചത്. നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തവർക്ക് ജോലി ഇല്ല എന്ന് വാർഡ് മെമ്പർ അറിയിക്കുകയായിരുന്നു. നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിവാദം ആലപ്പുഴയിൽ തീരുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തണ്ണീർമുക്കം പഞ്ചായത്തിലെ 23-ാം വാർഡിലാണ്. ഇവിടെ എനിക്കൊപ്പം ഒരുപാട് തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇവിടെ പണിയില്ല. കാരണം നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തവർക്ക് പണിയില്ല എന്നാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ അറിയിച്ചിട്ടുള്ളത്. നിരവധി തൊഴിലുറപ്പ് തൊഴിലാളികൾ, വീട്ടമ്മമാർ ഇവിടെ ഈ രാവിലെ ജോലിക്ക് വന്നു. അവർക്ക് പണിയില്ല. നവകേരള സദസ്സിൽ പങ്കെടുത്തവർ മാത്രം തൊഴിലുറപ്പ് ജോലിക്ക് എത്തിയാൽ മതി എന്നാണ് ഇവർക്ക് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. ചേച്ചി, എന്താ നിങ്ങൾ രാവിലെ ഇവിടെ വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇതിന് പോയവർക്ക് മാത്രമേ പണിയുള്ളൂ, അല്ലാത്തവർക്ക് പണിയില്ല. അപ്പം ഞങ്ങൾ മറ്റുള്ള തൊഴിലാളികൾ എല്ലാവരും കൂടെ ഇവിടെ വന്ന് നിന്ന് നമ്മൾ പറഞ്ഞു, അവർ ഉള്ളവർക്ക് ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളും കൂടെ കയറി നിന്ന് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു. അതാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ അവർ പാർട്ടിയുടെ ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തി ഞങ്ങളെല്ലാ തൊഴിലാളികളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നു. അവർ ഫോട്ടോയും എടുത്തില്ല. ഈ നവകേരള സദസ്സിന് പോയവർക്കൊക്കെ ജോലിയുണ്ടോ? ഉണ്ട്, അവർക്കുണ്ട് ജോലി. പോകാത്ത ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് 8 പേര് പോയി, 8 പേർക്കും പണിയുണ്ട്. ഉണ്ട്, ഞങ്ങൾക്കും കൂടെ പണി. നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര പേരാ ഉള്ളത്? ഞങ്ങളുടെ ഗ്രൂപ്പിലും 63 പേര്. അതിൽ 8 പേരാണോ പങ്കെടുത്തത്? 8 പേരാണ് പങ്കെടുത്തത്. 8 പേർക്ക് മാത്രമേ അല്ല, 22 പേർക്കുണ്ട്. മൊത്തം 2 ഗ്രൂപ്പായിട്ടാണ്. 22 പേരും നവകേരള സദസ്സിൽ പങ്കെടുത്തവരാണ്. എടുത്തവരുണ്ട്, എടുക്കാത്തവരുണ്ട്. അതിനകത്ത് അവര് മുഖം നോക്കി കൊടുത്തതായിരിക്കും. അങ്ങനെയുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഈ ഭർത്താക്കന്മാര് നവകേരള സദസ്സിൽ പങ്കെടുത്ത് അവരുടെ ഭാര്യമാർക്കുണ്ട്. അവരുടെ ഭാര്യമാർക്കുണ്ട്. 1-2 പേര് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഭർത്താവ് പോയിട്ട് അവരുടെ ഭാര്യമാർക്ക് പേരിട്ടിട്ടുണ്ട്. തൊഴിലാളികളുള്ളിടത്ത് 58 പേർക്കേ പണിയുള്ളൂ. ഈ വാർഡിൽ 23-ാം വാർഡിൽ വിളിച്ചു പറഞ്ഞവർക്കുണ്ട്, മെമ്പറിനോട് വിളിച്ചു പറഞ്ഞവർക്കുണ്ട്, പിന്നെ ഭർത്താക്കന്മാർ പോയവർക്കുണ്ട്. ഞങ്ങൾക്കൊന്നും നടക്കിയല്ല. 8 മണി 9 മണി രാത്രി വരെയൊന്നും നടക്കിയല്ല. നിങ്ങളോട് ഈ തൊഴിലുറപ്പിൽ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞിരുന്ന കുടുംബശ്രീന്ന് പറഞ്ഞു. കുടുംബശ്രീന്ന് 2 പേര് അല്ലെങ്കിൽ ഇതിന് 2-3 പേര് പോകാൻ പറഞ്ഞു. അങ്ങനെ 2-3 പേര്. പണിയില്ല എന്നുള്ള തീരുമാനം ആരാ നിങ്ങളോട് പറഞ്ഞത്? പണിയില്ലെന്ന് മെമ്പർ. എന്താ കാരണം പറഞ്ഞു? കാരണം പറഞ്ഞു, നവകേരളയ്ക്ക് പോയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പണിയില്ലെന്ന് പറഞ്ഞു. നവകേരളയ്ക്ക് പോകാത്ത കൊണ്ട് നിങ്ങൾക്ക് പണിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. തൊട്ടടുത്ത വാർഡുകളിലൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ്? ഇല്ല, അവിടെയൊക്കെ ഉണ്ട്, ജോലിയുണ്ട്. ഞങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇല്ലാതെ ഉള്ളൂ. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ പച്ചക്കറി കൃഷിയാണ്. അപ്പൊ പതിവ് പോലെ ഇന്നും വന്നു? ഇന്നും വന്നു. ഞങ്ങൾ നനയ്ക്കാൻ വരും. പണിയില്ലെങ്കിലും നനയ്ക്കാൻ വരുമായിരുന്നു. അപ്പൊ ഇന്ന് പണിയുള്ള ദിവസമാണോ? ഇന്ന് പണി മറ്റുള്ളവർക്കുണ്ട്, ഞങ്ങൾക്കില്ല. ഇന്നലെ നനയ്ക്കാൻ വന്നപ്പോഴാണ് അറിയണത് ഇന്ന് പണിയില്ലെന്ന്. അപ്പൊ നിങ്ങൾ അന്വേഷിച്ചു. ഇതിന് പോയ ആൾക്കാർക്കേ ഉള്ളു, ഞങ്ങൾക്ക് പേരിടിയെന്ന് പറഞ്ഞു. പോയവരുടെ പേരും ബുക്ക് നമ്പരും എല്ലാം എടുത്തോണ്ട് പോയത്. ഇവിടെ മെമ്പറിന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് എല്ലാം മേടിച്ചെടുത്തത്. നമ്പരും ബുക്ക് അക്കൗണ്ട് നമ്പരും എല്ലാം മേടിക്കാൻ പറഞ്ഞു. നവകേരളയ്ക്ക് പോയവരുടെ മാത്രം മതി, വേറെ ആരുടെയും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എടുത്തോണ്ട് പോയിരിക്കുന്നത്. നവകേരള സദസ്സിന് ചേർത്തല വേദിയായപ്പോൾ സെന്റ് മൈക്കിൾ കോളേജ് ഗ്രൗണ്ടിലേക്ക് സദസ്സിനായി എത്താത്ത ആളുകൾക്കാണ് ഇപ്പോൾ ഇവിടെ തൊഴിൽ നിഷേധിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു വിവേചനം തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തണ്ണീർമുക്കം പഞ്ചായത്തിലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വലിയ വിവേചനം തന്നെയാണ് നേരിടുന്നത്. ഈ വാർഡ് മെമ്പർ തന്നെയാണ് നേരിട്ട് നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തവർക്ക് തൊഴിലുറപ്പ് ജോലിയിൽ നിന്നും ഇവരെ മാറ്റി നിർത്തിയിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവരോട് സംസാരിച്ചതും ഇവിടുത്തെ വാർഡ് മെമ്പർ തന്നെയാണ്. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷ ദിലീപ്, ജനം, ആലപ്പുഴ.